മിറക്കിൾ ഡേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മറ്റൊരു അത്ഭുതത്തിൻ്റെ ദിനം തന്നെയാണ് ഇന്നത്തെ ദിവസം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്ങിനെ നമ്മൾ റിലീസ് ചെയ്യുകയാണ്. ദിസ് ഈസ് മൈ മിറക്കിൾ ഡേ. ഇത് എൻ്റെ അത്ഭുതത്തിൻ്റെ ദിനമാണ്. കാരണം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് യേശുവിൻ്റെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശത്തിലേക്ക് തുടർന്നുള്ള വിടുതൽ സാക്ഷ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതിന് മുൻപ് ചേർന്ന് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിനായി നന്ദി പറയുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു ഈ പ്രിയ കുടുംബത്തിനായി ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ബ്ലെസ്സിങ് മാനിഫെസ്റ്റേഷൻ, ഒരു വലിയ അനുഗ്രഹം ഈ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്ന സന്ദേശം, യേശു കർത്താവ് ക്രൂശിൽ താൻ ഏറ്റവും കഷ്ടത, യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മണിക്കൂറുകൾ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ ലോക ചരിത്രത്തെ തന്നെ വളരെയധികം സ്പർശിക്കുന്ന വാക്കുകളായിരുന്നു. ആ വാക്കുകളിൽ ക്രൂശിൽ പറഞ്ഞ 7 മൊഴികൾ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും ദൈവത്തോടും മനുഷ്യരോടുമുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എത്രയധികം അർത്ഥവത്തായിരിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഒന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഒരുപാട് ബലപ്പെടുവാനിടയായിത്തീരും. ഈ സന്ദേശം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക. അവസാനം പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വലിയ ദൈവശക്തി നമ്മൾ ഒരുമിച്ച് അനുഭവിക്കാൻ പോവുക. ലെറ്റ്സ് കം ടു ദ മെസ്സേജ് നൗ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെ വായിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. എനിക്ക് തോന്നുന്നു 1-ാമത്തെ ദിവസം നിങ്ങൾ കേട്ടത് ക്രൂശിൻ്റെ വചനമാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ വീണ്ടും പരിശുദ്ധാത്മ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രകാശനം ആമേൻ ക്രൂശിനെ കുറിച്ച് തന്നെയാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ക്രൂശ് നിന്ദയുടെ അപമാനത്തിൻ്റെയും, ക്രൂശ് മനുഷ്യകുലത്തിൽ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടമായ ഒന്നായിരുന്നു. എന്നാൽ ആ ക്രൂശ് ഒരു അനുഗ്രഹത്തിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട ഒരു സ്ഥലമായി മാറി. ആമേൻ. അപ്പോസ്തലന്മാർ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട യേശു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് ക്രൂശിൽ തൻ്റെ വാമൊഴിയാൽ 7 കാര്യങ്ങൾ സംസാരിച്ചു. പലപ്പോഴും നമ്മളിത് പീഡാനുഭവ ദിവസങ്ങളൊക്കെ ധ്യാനിക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമേൻ. അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും പ്രസംഗം ഒറ്റ പ്രസംഗമായിരുന്നു. അത് ക്രൂശിനെ കുറിച്ച് മാത്രമായിരുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താ ഈ ക്രൂശ് എന്ന് പറയുമ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങളുണ്ട്. ചിലർക്കത് ഭോഷത്വമായിട്ട് തോന്നുന്നു. എന്നാൽ വചനം പറയുന്നു ക്രൂശ് ഒരു വലിയ ഡിവൈൻ എക്സ്ചേഞ്ചിൻ്റെ സ്ഥലമായിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആമേൻ നമുക്ക് ലഭിക്കുന്നത് മുഴുവനും സൗജന്യമായിട്ടാണ്. ആമേൻ. എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ദൈവം എന്തെങ്കിലും തന്നാൽ അത് ഫ്രീയാ. ഒന്നുകൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നിനും നമ്മൾ വില കൊടുത്തതല്ല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ട്, കർത്താവ് എന്തെങ്കിലും തന്നാൽ അത് സൗജന്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം സൗജന്യമാണ്. ആമേൻ. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും? കർത്താവ് തരുന്നതൊക്കെയും എന്താണ്? സൗജന്യമാണ്. ഇറ്റ് ഈസ് ഫ്രീ. അതാ ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നതും സകലതും സൗജന്യമായിട്ടാണ്. അതുകൊണ്ട് വില കുറഞ്ഞു എന്നല്ല അർത്ഥം. കർത്താവ് ക്രൂശിൽ ഒന്നാമതായി പറയുന്ന ഒരു വാമൊഴിയാണ് ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇവർ ചെയ്യുന്നത് എന്തെന്നാൽ
ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ നമ്മൾ കർത്താവിനെ കാണുന്ന ഒരു 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 വലിയ ഒരു സംഭവം അവിടെ നമ്മൾ കാണുന്നത്, ക്രൂശിൽ തകർച്ചയുടെയും നിന്ദയുടെയും അപമാനത്തിൻ്റെ സ്ഥലമായിരിക്കുമ്പോൾ, പക്ഷേ യേശു ക്രൂശിൽ അനുഭവിക്കുന്നത് മുഴുവനും നമ്മൾ കാണുന്നത് സന്തോഷത്തോടു കൂടെയാണ്. സന്തോഷത്തോടു കൂടെയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ കിടക്കുമ്പോഴും നമ്മളെക്കുറിച്ചാണ് കർത്താവ് ഓർത്തത്. കാഞ്ഞിരംകുളത്തുള്ള ജനത്തെയാണ് കർത്താവ് ഓർത്തത്. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തു സ്നേഹിച്ച ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്, കർത്താവിലുള്ള നമ്മുടെ ആശ്രയം ഒന്ന് ഉറയ്ക്കാൻ പോവാം. ചേർന്ന് രാമേൻ പറയാൻ പറ്റുമോ? ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വെച്ചാൽ, ഇവർ എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്തിൽ ഞാനും നിങ്ങളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആമേൻ, യേശുവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടിയാ. മരിക്കാൻ കിടക്കുമ്പോഴും നമ്മളെക്കുറിച്ചായിരുന്നു ചിന്ത. അങ്ങനെയെങ്കിൽ ആ സ്നേഹം എത്ര സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങളെ വിട്ടു പോകുമോ? ഉറക്കെ പറ, ഇല്ല, ഒരിക്കലുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് രാത്രിയിൽ ആശ്രയിച്ചാൽ, യേശുവേ എന്നൊന്ന് വിളിച്ചാൽ, ഈ രാത്രിയിൽ ആമേൻ നമ്മുടെ ലൈഫ് മാറി മറിയാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ക്രൂശിൽ കിടക്കുന്ന കർത്താവ്, വലിയ സംഭവങ്ങൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക. രണ്ടാമത് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവിടെ നടന്നൊരു സംഭവം നമുക്കൊന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ക്രൂശിൽ യേശു കിടക്കുമ്പോൾ അവിടെ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിലാണ് കിടക്കുന്നത്. ഒരാവൻ പറഞ്ഞാട്ടെ. ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ കിടക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാർ തമ്മിൽ പലതും പറയുന്നുണ്ട്, ദുഷിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുവൻ പറയുക, നമ്മൾ സമശിക്ഷാവിധിയിലായിട്ടും എന്താ ദൈവത്തെ പേടിക്കാതെ എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ കിടക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. ചില പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഈ വിടുതൽ ഒരുപോലെ വ്യാപരിക്കത്തില്ല. എന്നാൽ ചിലർ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. ക്രൂശിൽ കിടക്കുന്ന ഒരുവൻ പറയുന്ന ഒരു കാര്യം, ആമേൻ, നമ്മൾ സമശിക്ഷാവിധിയിലായിരിക്കുന്നു, എന്നിട്ടും എന്താ ദൈവത്തെ ഭയപ്പെടാത്തെ? അപ്പം ക്രൂശിൽ ഒരു കള്ളൻ ഒരു കാര്യം കണ്ടു, ദൈവത്തെ അവൻ കണ്ടു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നത്തിൻ്റെയും കാരണം ജ്ഞാനമില്ലാഴിയാണ്. ഈ ഇവിടെ കിടന്നുകൊണ്ട് മനുഷ്യൻ പറയുകയാണ്, പ്രൈസ് ഗോഡ്, നമ്മൾ സമശിക്ഷാവിധിയിലായിട്ടും ദൈവത്തെ എന്താ പേടിക്കാത്ത എന്ന് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ജ്ഞാനം. എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ജ്ഞാനമില്ലായ്മയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ജ്ഞാനമില്ലായിരുന്നു എന്നുള്ള. ജ്ഞാനം, വിസ്ഡം എന്ന് പറഞ്ഞാൽ അതിനതിൽ പ്രധാന കാര്യം ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, സമയത്തെ വിവേചിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഇവിടെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് സമയത്തെ വിവേചിക്കുന്നുണ്ട്? ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങൾക്കിത് കിട്ടുമോ എന്നറിയത്തില്ല. എന്നാൽ ഈ വർഷം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളണം. തണുത്ത മരവിച്ച അവസ്ഥയല്ല, പിന്നെയോ തീഷ്ണതയോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ യേശുവിനെ സേവിക്കണം. ആമേൻ. ആ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, ചില സെക്കൻഡൂടെ കഴിഞ്ഞാൽ ഈ കർത്താവ് മരിക്കാൻ പോവാ. ഈ മരിക്കുന്നതിന് മുൻപുള്ള ചില മിനിറ്റുകളുണ്ടല്ലോ, ആ മിനിറ്റുകൾ ഞാൻ എന്തെങ്കിലും ഈ യേശുവിനോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ കിട്ടും. ചിലരോട് കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുക, ജീവിതത്തിലെ സമയം വിവേചിച്ചോണം. ഇന്നത്തെ ഈ രാത്രി നാളെ ലഭിക്കത്തില്ല.
അവനറിയായിരുന്നു കേവലം ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാൻ പോകുന്ന നരകക്കുഴിയിലേക്കാണ്. പക്ഷേ ഞാനൊന്ന് എൻ്റെ ഈ ഈ ഈ ജീവിതകാലം മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഒരു വാക്ക്, ഒന്ന് താഴ്മയുടെ ഒരു വാക്ക് ചോദിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യതയാണ് ലഭിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലിരിക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ യേശുവിനെ ആത്മാർത്ഥമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് പറയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യമായ അനുഗ്രഹമാണ്, നിത്യജീവനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി ടു ഗാഡ്. അപ്പോൾ അവൻ അവിടെ ചില കാര്യങ്ങൾ കാണുകയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ചിലത് ഈ കള്ളന് കാണാൻ പറ്റി. അവൻ കണ്ടത് ദൈവത്തെ കണ്ടു. 2, അവനെ തന്നെ അവനൊന്ന് കാണാൻ പറ്റിയത് അവിടെ കിടന്നപ്പോഴാണ്. അവൻ പറയുകയാണ്, നമ്മൾ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുക. കള്ളനാ ഞാൻ, ദുഷ്പ്രവർത്തിക്കാരനാ ഞാൻ ശിക്ഷ ന്യായമായിട്ട് അനുഭവിക്കേണ്ടവനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയങ്കര പുറമേ ഫിസിക്കൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഭയങ്കര ദൈവഭയം അവൻ്റെ വന്നിരിക്കുക. അത് മാത്രമല്ല, അവസാനമായിട്ട് അവൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, അവൻ കള്ളൻ അവിടെ കിടക്കുമ്പോഴും അനേകർ ദുഷിച്ച വാക്കുകൾ യേശുവിനെ പറയുമ്പോഴും അനേകർ തുപ്പുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അവൻ ആ മുഖത്ത് നോക്കിയപ്പോൾ ഒരാളെ കണ്ടു. അതാ രാജാവിനെയാണ് കണ്ടത്. അവൻ കണ്ടത് ഇനി ഒരിക്കലും വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റത്തില്ലെന്നവൻ അറിയാം. ഇനി ഒരിക്കലും രോഗിയെ കൈവയ്ക്കാൻ പറ്റത്തില്ലെന്നവൻ അറിയാം. ഇനി ഒരിക്കലും 5 അപ്പം കൈകളിലെടുക്കാൻ അവന് കൈ വയ്ക്കാൻ പറ്റത്തില്ലെന്നവൻ അറിയാം. ഇനി ഒരിക്കലും ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കാനും എനിക്കൊരു ജീവിതം ഇനിയും ഭൂമിയിൽ തരാൻ പറ്റത്തില്ലെന്നും അവനറിയാം. എങ്കിലും അവൻ അതിനപ്പുറത്തൊരാളെ കണ്ടു, ഒരു രാജാവിനെ. ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്തെ ദൈവജനത്തോടൊരു ചോദ്യം: നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് അവനെ ഒരു രാജാതിരാജാവായി കാണുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, അവൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. കൈകളെടുത്ത് വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ജീസസ്. അവൻ പറയുന്നൊരു കാര്യമുണ്ട്. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, അവനൊരു രാജാവിനെ കണ്ടത്. പ്രവർത്തിക്കുവാൻ കഴിയാതെ കിടക്കുന്ന, നിഷ്ക്രിയനായി കിടക്കുന്ന ഒരു യേശുവിനെ അല്ല കണ്ടത്, ഒരു രാജാവിനെ കണ്ടത്. ആമേൻ. അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നോക്കുക, സ്വർഗം ഇന്ന് രാത്രി നമ്മളോട് പ്രതികരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അത് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞോണം. പ്രൈസ് ഗോഡ്. സ്വർഗം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. നീ രാജാവ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി നോക്കുക. കർത്താവിൻ്റെ കയ്യിൽ ആണിയടിക്കപ്പെട്ട കരമാണെങ്കിലും, അടിച്ച് തകർക്കപ്പെട്ട ശരീരമാണെങ്കിലും, തൻ്റെ വായിൽ നിന്നൊന്ന വാക്കുകൾ, ഇന്ന് എന്നോടുകൂടെ നീ പർദീസയിലിരിക്കും. നാളെയല്ല, ഇന്ന്. വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്നത് ഇന്ന്, സൗഖ്യം നടക്കുന്നത് ഇന്ന്, അത്ഭുതം നടക്കുന്നത് ഇന്ന്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് യേശുവിനെ ആരാധന കൊടുത്തോണം. കർത്താവിൻ്റെ പ്രതികരണം, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവൻ എന്താ ചെയ്തെന്നറിയാമോ? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കുമെന്ന് കർത്താവ് വാക്ക് അങ്ങോട്ട് കൊടുത്തു. നാളെയല്ല, ഇന്ന്. ആമേൻ. എന്ന് പറഞ്ഞാൽ ക്രൂശിൽ യേശു കിടക്കുമ്പോഴും യേശുവിൻ്റെ സ്വഭാവം പറയാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ആരാണ്? നമ്മളിലൊരു പ്രവൃത്തി അവൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടേ പോകത്തുള്ളൂ. പക്ഷെ നമ്മുടെ വിഷയം, നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നാ, അത് നടക്കത്തുമില്ല. അവിടെ വരുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് പറയുന്നത്, കർത്താവേ പറ്റത്തില്ല, നമ്മുടെ പരിപാടികൾ നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാനങ്ങ് നിന്നു തരുന്നു. കർത്താവേ, നീ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അങ്ങോട്ട് നയിച്ചാട്ടെ. അതാ വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ജീവിതം കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞാലും കൊന്നുകളയുമെന്ന് പറഞ്ഞാലും കർത്താവ് പറയും, ആ പറഞ്ഞവരുൾപ്പെടെ ഈ വചനം എടുക്കുവാനിടയായിത്തീരും. ഉറപ്പ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അതാ സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. കർത്താവ് അവനോട് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. ആമേൻ. യോഹന്നാൻ 19:26, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യേശു മൂന്നാമത് പറയുന്ന കാര്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം, ക്രൂശിൽ കിടക്കുന്ന യേശു
കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരുന്നു. അവൻ മരണസമയത്ത് പോലും തൻ്റെ അമ്മയെക്കുറിച്ച്, തൻ്റെ സഹോദരനെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് ചിന്തയുള്ളവനാണെങ്കിൽ, മരണത്തിൻ്റെ മുമ്പിൽ അവൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചവനാണെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് യേശുവിന് ചിന്തയുണ്ടോ? നിൻ്റെ തകർന്നു കിടക്കുന്ന കുടുംബത്തെ പണിയുവാൻ അവന് പദ്ധതിയുണ്ട്. ക്രൂശിൽ ആണി അടിച്ചിരിക്കുമ്പോൾ പോലും അവൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. പോരാ 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 പോരാ. ആമേൻ. കുടുംബങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവ് ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇന്ന് രാത്രി അതാ ഞാൻ പറഞ്ഞത്, ചില ഡൈവോഴ്സ് കേസുകൾ ഇതിൻ്റെ നടുവിൽ വിടുതലാകുന്നുണ്ട്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കണം. ചിലപ്പോൾ ഒരു സിംറ്റം പോലും തോന്നത്തില്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ ചില ടെലിഫോൺ കോളുകൾ വരാൻ പോവുകയാണ്. ഇന്ന വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഇല്ലാത്തത് ചിലതൊക്കെ ഈ സ്ഥലത്ത് ഉണ്ടായി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. ആമേൻ. അവൻ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യേശു ജനിച്ചതൊരു കുടുംബത്തിലാണ്. കുടുംബങ്ങളെ പണിയുന്ന ദൈവമാണ്. നിൻ്റെ കുടുംബം തകർന്നിരിക്കുന്നു, ഇന്ന് രാത്രി കർത്താവ് അതിനെ പണിയാൻ പോകുന്നു. വിശ്വാസമുള്ളവർ ചേർന്ന് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. മത്തായി 27:46, ഏലി ഏലി ലമ ശബത്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഒരു കാര്യം ഈ രാത്രി ഞാൻ ഓർപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഈ കൈവിട്ടു എന്ന് പറഞ്ഞ് ദൈവത്തിനെ കൈവിടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇത് എന്തോ അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്രൂശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് വെച്ചാൽ മൊത്തം നമ്മളെപ്പോലെ അനുഭവിച്ചവനാ. അതുകൊണ്ട് എന്താ ടൈറ്റസ് ബ്രദറെ, അവൻ മുഴുവനും മനുഷ്യനായി സഫർ ചെയ്തതുകൊണ്ട് മനുഷ്യനായ എൻ്റെ പ്രശ്നത്തെ അവൻ അറിയാൻ പറ്റും. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ പോകുന്ന വേദന അവൻ അറിയാൻ പറ്റും. കാരണം അവൻ ദൈവമായിട്ടല്ല അവൻ സഹിച്ചത്, മനുഷ്യനായിട്ടാണ് സഹിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, നിങ്ങൾക്കിത് പറയുമ്പോൾ ഒരു സന്തോഷമില്ലല്ലോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓ, എന്നെ കൈവിട്ട്, പിതാവ് തന്നെ കൈവിട്ട് കളഞ്ഞു. കേവലം മനുഷ്യനായിരുന്നത് കൊണ്ട്, പൂർണ്ണ മനുഷ്യനായിരുന്നത് കൊണ്ട്, അതുകൊണ്ട് കൈവിടപ്പെട്ടത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ അവൻ കൈവിട്ടിട്ട് പോകത്തില്ല. എൻ്റെ ഈ അവസ്ഥയിൽ അവൻ എന്നെ മറന്നു പോകത്തില്ല. ചേർന്ന് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ സഹോദരിയുടെ പേര് മിനി, സിസ്റ്റർ സിനി, സിസ്റ്റർ വർക്കലയിൽ നിന്ന് വരുന്നു. സിസ്റ്ററിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, സിസ്റ്റർ കഴിഞ്ഞ ചാത്തന്നൂർ മീറ്റിങ്ങിൽ വന്നിരുന്നു. അപ്പോൾ മീറ്റിങ്ങിന് ശേഷം കൗൺസിലിങ്ങിൽ ബ്രദറിനോട് പേഴ്സണലായിട്ട് തൻ്റെ സഹോദരൻ്റെ ഒരു വിഷയം പറഞ്ഞിരുന്നു. സഹോദരൻ 1.5 മാസത്തോളമായി കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുകയായിരുന്നു. സിസ്റ്റർ പറയുന്നു, ബ്രദറിന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വേദന മൂലം. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം പറഞ്ഞു, അടുത്ത മീറ്റിങ്ങിൽ സിസ്റ്റർ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിരുന്നു. സിസ്റ്റർ അത് പ്രാർത്ഥിച്ചു. ഭവനത്തിൽ തിരിച്ചുപോയി തൻ്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചപ്പോൾ ബ്രദർ ഇവിടെ പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ തൻ്റെ സഹോദരൻ അവിടെ ഖത്തറിൽ സൗഖ്യമായി. ഇന്ന് വരെ ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല. സിസ്റ്റർ അത് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ചാത്തന്നൂർ മീറ്റിംഗിൽ നടന്നൊരു അത്ഭുതമാണ്. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഖത്തറിൽ അത്ഭുതം നടന്നു. ഓ, എത്ര വലിയ അത്ഭുതം അല്ലേ! കർത്താവിൻ്റെ വചനം ക്രിയ ചെയ്യുന്നു. നോക്കി എന്ത് സംഭവിച്ചു? എങ്ങനെയുണ്ട് ബ്രദർ? ഇപ്പം സുഖമായിരിക്കുന്നു? നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ട്രീറ്റ്മെന്റ് ഖത്തറിൽ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും അതിൽ കുറവില്ലായിരുന്നു. കൂനിയെ നടക്കാൻ പറ്റൂ. ഭയങ്കര പെയിൻ ആയിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ബ്രദറിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് സത്യം പറയാമെങ്കിൽ എനിക്ക് ആ കൂനും മാറി, എനിക്ക് ആ വേദനയും നിശേഷം മാറി. നാട്ടിൽ വരുമ്പോ ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. അത്ഭുത സാക്ഷ്യമാണ്. സിസ്റ്ററിന്റെ പേര് മിജി എന്നാണ്. മിജി വർക്കലയിൽ നിന്ന് കടന്നു വരുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് ജോലി പോലും ചെയ്യാൻ കഴിയാതെ വണ്ണം കാലിൻ്റെ ഉപ്പുറ്റിയുടെ അടിവശത്ത് ശക്തമായ പെയിൻ അനുഭവിക്കുകയായിരുന്നു. നമ്മുടെ ചാത്തന്നൂർ നടന്ന മീറ്റിങ്ങിൽ സിസ്റ്റർ വന്നായിരുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൽ നിന്നൊരു അത്ഭുതം പ്രാപിക്കുമെന്ന് ഉള്ള ഉറപ്പോടെ നിന്നിരുന്നത്.
ബ്രദർ പ്രാർത്ഥിച്ചു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ മുമ്പിൽ വന്നു, വിഷയം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ആ കാലിലെ ഉപ്പുറ്റിലെ പെയിൻ വിട്ടുമാറി. പിന്നെ ഇതുവരെ അത് വന്നിട്ടില്ല. ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കി. സിസ്റ്റർ ഭയങ്കര സന്തോഷത്തിലാണ് വലിയൊരു അത്ഭുതം നടന്നതിന്. ജോലി പോലും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ഒട്ടും നടക്കാൻ പ്രയാസമായിരുന്നു. 2 മാസമായിട്ട്. അപ്പം 2 months നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ചാത്തന്നൂര് മീറ്റിങ്ങിൽ ബ്രദർ പ്രാർത്ഥിപ്പിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ വീഴ്ച ചെറിയ വേദന ഉണ്ടായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് അതങ്ങ് മാറി. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആൻറ്റിയുടെ പേര് ഗ്രേസി എന്നാണ്. റാന്നി ആ സ്ഥലം. കഴിഞ്ഞ പത്തനംതിട്ടയിൽ 3 ദിവസത്തെ പ്രാർത്ഥനാ മഹോത്സവത്തിൽ കടന്നു വന്നിരുന്നു. ആ സമയം ആൻറ്റിക്ക് ബുദ്ധിമുട്ട് 2 വർഷമായിട്ട് വയറിൻ്റെ ഉള്ളിലൊരു മുഴ ഉണ്ടായിരുന്നു. മുഴ ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ ഭാരപ്പെടുത്തുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യ, രാത്രിയിൽ ഉറക്കമില്ല. പക്ഷെ ആ പ്രാർത്ഥിച്ച നിമിഷത്തിൽ ആ മുഴ അപ്രത്യക്ഷമായി. അന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു. രാത്രി സുഖമായി ഉറങ്ങുന്നു. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് മീറ്റിങ്ങിന് വന്നത് ശരിക്കും പറഞ്ഞാൽ സാക്ഷി പറയാൻ വന്നതല്ല, മീറ്റിംഗ് പങ്കെടുക്കുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഹല്ലേലൂയ. മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി കടന്നു വന്നതാണ്. 2 വർഷക്കാലം ഞാൻ ഈ അസുഖമായിട്ട് നടന്നു. ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോയില്ല. എങ്കിലും ദിവസത്തിന് ദിവസം മുഴകൾ വീർത്ത് വന്നുകൊണ്ടിരുന്നു. സാരിയൊക്കെ ഉടുക്കുമ്പോൾ ആ മുഴ നല്ലതായിട്ട് കാണാമായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിലെ പ്രാർത്ഥനയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ സംബന്ധിച്ചുള്ളൂ. എനിക്ക് അന്നേരം തന്നെ ദൈവം അത്ഭുത വിടുതൽ തന്നു. ഹല്ലേലൂയ. അത് പിന്നെ ഇതുവരെയും എനിക്ക് ആ വേദന ഉണ്ടാവുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ വയറ് നല്ല ശാന്തമായിട്ടുള്ള വയറാണ്. എൻ്റെ ദൈവം അത്ഭുത വിടുതലായി സൗഖ്യമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ ദൈവത്തിനെ എത്ര ദൂരെ പോയി സ്തുതിച്ചാലും മതിയാകുകയില്ല. ഹല്ലേലൂയ. ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ക്രൂശിലെ ഓരോ വാക്കുകളും കർത്താവ് പറഞ്ഞ് നമ്മൾ കേട്ടപ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ളതായിരുന്നല്ലോ. നമ്മുടെ ഓരോ വിഷയങ്ങൾക്കായിട്ടും കർത്താവ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ എത്ര സന്തോഷമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും കർത്താവിൻ്റെ സ്നേഹം മുഴുവനും നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെയാണ് കർത്താവ് നോക്കുന്നത്. ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കൾ, എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ഹി ലവ്സ് യു സോ മച്ച്. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ ശക്തി ഒരുമിച്ച് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് എന്നോട് ചേർന്ന് ബ്രദർ, എൻ്റെ ജീവിതത്തിൽ ഇന്ന ഭാരങ്ങളോട് ഞാനായിരിക്കുന്നു, എന്തുതന്നെയാകട്ടെ, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയൊരു സൗഖ്യം, വലിയൊരു വിടുതൽ, വലിയൊരു വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. വി ബിലീവ് ഇൻ മിറക്കിൾസ്. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. യേശു നമുക്ക് വേണ്ടി അത് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ എല്ലായിടത്തും സംഭവിക്കാൻ പോവുകയാണ്. രോഗികൾ സൗഖ്യമാകുക മാത്രമല്ല, ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളുടെ മേലും ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ആവശ്യങ്ങളുണ്ടോ അവിടേക്ക് കർത്താവിൻ്റെ വലിയ പ്രൊവിഷൻ നമുക്കായി വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ചേർന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ലോർഡ്. അങ്ങയുടെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ലോർഡ് വി താങ്ക് യു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ യാതനകളും പീഡനങ്ങളും അവിടുന്ന് അനുഭവിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ആകയാൽ ഇപ്പോൾ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്, അതിൻ്റെ എതിർവശത്ത് ഞങ്ങൾക്കത് ബ്ലെസ്സിങ് ആയിട്ട് അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കർത്താവെ. ആ ബ്ലെസ്സിങ് വെളിപ്പെടട്ടെ. ഈ സമയത്ത് പ്രത്യേക യേശുവിൻ്റെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ആദ്യമായി ഒരു പക്ഷേ TV പ്രോഗ്രാം കാണുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ചിലരെ കർത്താവിനെ കാണിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഡോക്ടേഴ്സ് തന്നിരിക്കുന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതിനകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് തന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ബാഡായിരിക്കുന്ന റിപ്പോർട്ടുകളായിരിക്കാം. ബട്ട് വി നീഡ് ടു ബിലീവ്. ഇപ്പോൾ അങ്ങനെയുള്ളവരോട് യേശു പറയുന്നു, അങ്ങനെയുള്ള റിപ്പോർട്ടുകളുമായി ഇരിക്കുന്ന ചിലർക്കായി പ്രാർത്ഥിക്കുക.
ആദ്യമേ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്താട്ടെ. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരിക എന്ന് പറയുക. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഈ സമയത്ത് ഇറങ്ങി വരുന്നു. മാത്രമല്ല ആ റിപ്പോർട്ടുകൾ ക്യാൻസലാകും എന്ന് ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർപ്പിക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അങ്ങനെ സംഭവിക്കട്ടെ. അവർ ഹീൽഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രിയപ്പെട്ടവർ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ എൻ്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ ശരീരം നിനക്കാണ്, കർത്താവേ, എൻ്റെ ജീവിതം നിനക്കാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ആ ശരീരങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ബിക്കോസ് യു ആർ ബിലോങ്സ് ടു ജീസസ്. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്. ആയതിനാൽ ഇപ്പോൾ ആ ശരീരത്തിൻ്റെ മേലെ രോഗത്തിന് യാതൊരു അധികാരവുമില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി അങ്ങനെയുള്ള ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരികയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി. മിറക്കിൾ ഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവരിലേക്ക് അത്ഭുതത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിതാവേ, അങ്ങയുടെ ശക്തി യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, അടഞ്ഞപ്പെട്ട വഴികൾ തുറക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്. താങ്ക് യു ജീസസ്. ബോധം നഷ്ടപ്പെട്ട് അൺകോൺഷ്യസ് പോയ അനുഭവത്തിൽ അങ്ങനെ തള്ളപ്പെട്ടു പോയ ചിലരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത് കാണും. ചില പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് കർത്താവിൻ്റെ സൗഖ്യശക്തി അവരിലേക്ക് ഇറങ്ങി വരുന്നു. ഫാദർ, ഐ താങ്ക് യു ഫോർ ദ മൈറ്റി മിറക്കിൾസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വചന സന്ദേശം കേൾക്കുകയും മിറക്കിൾ ഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ യേശു കർത്താവ് എവിടേക്കോ നിങ്ങളുടെ ജീവിതത്തെ തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണും. അതുവരെ കർത്താവ് ഓരോരുത്തരെയും അവിടെ ഇവിടെയായി സൂക്ഷിക്കട്ടെ. Address Miracle Day, PB number 124, Pathanamthitta 689645. Our email IDs kmtitusministries@gmail.com and miracledaytv@gmail.com. Our website www.miracleday.in.